ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെയാണ് അർജന്റീന തങ്ങളുടെ ആദ്യത്തെ സൗഹൃദ മത്സരം കളിക്കുക. എതിരാളികൾ ഹോണ്ടുറാസ് ആണ്. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം ആരംഭിക്കുക. ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉള്ള താരങ്ങൾ ഒന്നും തന്നെ ഈ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഒരു മുന്നറിയിപ്പ് സ്കലോണി ഇപ്പോൾ തന്റെ താരങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഐസ്ലാൻഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം നല്ല ഒരു ട്രെയിനിങ് സെഷൻ, നല്ല തീവ്രതയോട് കൂടിയുള്ള ഒരു ട്രെയിനിങ് സെഷൻ ഉണ്ടാകും. അതിനുശേഷം എല്ലാ താരങ്ങളെയും നിരീക്ഷിക്കും. അതിൽ പൂർണ്ണ ഫിറ്റ്നസ് കൈവരിക്കാത്ത താരങ്ങളെ വേൾഡ് കപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കും എന്നാണ് ഇപ്പോൾ സ്കലോണി പറഞ്ഞിട്ടുള്ളത്. ഇന്നലത്തെ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഐസ്ലാൻഡിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ഞങ്ങളുടെ വർക്ക് ലോഡ് വർദ്ധിപ്പിക്കും, ട്രെയിനിങ്ങിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. അതിനോട് എങ്ങനെയാണ് താരങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കും. ആരെങ്കിലും പൂർണ്ണ ഫിറ്റ്നസ് കൈവരിച്ചിട്ടില്ലെങ്കിൽ അവരെ ടീമിൽ നിന്നും ഒഴിവാക്കും. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതാണ് സ്കലോണി പറഞ്ഞിട്ടുള്ളത്. അതായത് ആദ്യത്തെ വേൾഡ് കപ്പ് മത്സരത്തിന് മുന്നേ എല്ലാവരും പൂർണ്ണ ഫിറ്റ്നസ് നിർബന്ധമായും കൈവരിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ വേൾഡ് കപ്പ് ടീമിൽ നിന്നും അവർക്ക് സ്ഥാനം നഷ്ടമാകും എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സ്കലോണി നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, മെസ്സി ഇപ്പോൾ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. ടീമിനോടൊപ്പം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഐസ്ലാൻഡിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ മെസ്സി കളിച്ചേക്കും. നിക്കോ പാസും ഓക്കെ ആയി വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ ഗോൺസാലോ മോന്റിയേൽ അതുപോലെ തന്നെ ലിയാൻഡ്രോ പരേഡസ്, ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിലാണ് ആശങ്കയുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട താരം എമിയാണ്. അദ്ദേഹത്തിന്റെ കൈവിരലിന് പൊട്ടലുണ്ട്. അദ്ദേഹവും ആദ്യ മത്സരത്തിന് ഓക്കെ ആകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഈ താരങ്ങളെയെല്ലാം തനിക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കും എന്ന ഒരു വാണിംഗ് ആണ് ഇപ്പോൾ സ്കലോണി നൽകിയിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.